Hello everyone, welcome to my YouTube channel. This is Deepa Rahul Ishwar. സോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരോടും സംസാരിക്കാൻ വരുന്നത്. ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ ഞാൻ ചെയ്തു. ആർക്കും മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മുടിക്ക് നല്ല നീളം വെച്ചായിരുന്നു എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം കേട്ടോ. പക്ഷേ ഇപ്പം കുറേ നാളാ നീളമുള്ള മുടി കൊണ്ടൊക്കെ ഞാൻ നടന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒരിക്കലും നീളം വെച്ചിട്ടില്ല മുടിക്ക്. എൻ്റെ ചേച്ചിക്കൊക്കെ നല്ല നീളമായിരുന്നു, പക്ഷേ എനിക്ക് ഒരിക്കലും നീളം വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മുടി നീളം വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് എനിക്കത് മടുത്തു തുടങ്ങി. അപ്പം ഹെയർ കട്ട് നമുക്ക് നല്ലൊരു മേക്ക് ഓവർ തരും, നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പോയി മുടി ഒന്ന് കെട്ടിയല്ല വെട്ടി. അപ്പം ഈ മുടി വെട്ടുമ്പം കുറച്ച് വോളിയം തോന്നിക്കണം. എനിക്ക് മുടിക്ക് ഒട്ടും കട്ടിയില്ല, അപ്പോൾ ഇത്തിരി വോളിയം തോന്നിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മുടി ഒന്ന് ഷോർട്ടാക്കി. ഓക്കെ, അപ്പം ഈ ഷോർട്ടാക്കുമ്പം നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ബ്രഷ്, ഈ റൗണ്ട് ബ്രഷ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഞാനൊന്ന് പുറത്ത് പോകാൻ റെഡി ആവുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ധാരാളം, ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് മേക്കപ്പിലൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തു കേട്ടോ. കുറച്ച് മേക്കപ്പൊക്കെ ഞാൻ വാങ്ങി. പലതരത്തിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട് എൻ്റെ കേട്ടോ. ഇത് നമ്മുടെ മേബിലിൻ്റെ സാധനമാണ്. ഇതെൻ്റെ ചേച്ചി എനിക്ക് ലണ്ടനിൽ നിന്ന് കൊണ്ടു തന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വേറൊരെണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങി. ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വേറൊരു ഷെയ്ഡാണ്. അത് രണ്ടും ഒരുപോലെ തോന്നുന്ന ആൾക്കാർ ഉണ്ടാവും എന്നെ പോലെ തന്നെ, പക്ഷെ അത് കുഴപ്പമില്ല. ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി നോർമൽ. ഇത് രണ്ടും കണ്ടാൽ ഒരുപോലെ തന്നെ തോന്നും, പക്ഷെ ചെറിയ വ്യത്യാസം, ഇത്രയും കൂടി ബ്രൈറ്റ് ആണ്. പിന്നെ അതേപോലെ ഇനി അടുത്തിടയ്ക്ക് ദുബായിൽ പോയപ്പോൾ ഹുദ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരെണ്ണം ഞാൻ വാങ്ങി. അതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടത്തൊന്നുമല്ല. പിന്നെ ഇത് കൂടാതെ ഒരു ലിപ്പ് ഓയിലും വാങ്ങി കേട്ടോ. ലിപ്പ് ഓയിൽ വെറുതെ എന്താ പറയുക, ഇട്ടൊന്ന് കാണിക്കാം. അപ്പം ഇതിൽ കളറൊന്നും വരില്ല, ജസ്റ്റ് ആ ഒരു ഓയില് ഇത് മാത്രമേ വരുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇതൊന്ന് ഞാൻ വായിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഷുഗറിൻ്റെ സാധാരണ ഒരു ലിപ് ബാം ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എനിക്കിഷ്ടമുള്ളത് കേട്ടോ. അങ്ങനെ ഇതിട്ടു, മുടി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്തു. ഇനി എൻ്റെ ഈ ചുരിദാർ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഭയങ്കര മടിച്ചാണ്. അപ്പം ചുരിദാറും കുർത്തയൊക്കെ ഞാൻ നേരെ വാങ്ങി അതേപോലെ ഇടുന്ന ആളാണ്. പക്ഷെ കുറേ നാളുകൂടി ഞാനൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തു. അതാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ ചുരിദാറിൽ ആരും സൽവാർ തയ്ക്കാറില്ല, എല്ലാവരും സ്ട്രേറ്റ് പാൻറ് അല്ലെങ്കിൽ പലാസോ ആണ് തയ്ക്കാറുള്ളത്. അപ്പോൾ ഇതും ഒരു പലാസോ മോഡലാണ്. പലാസോ അല്ലൊരു സ്ട്രേറ്റ് പാൻറ് മോഡലാണ് തയ്ച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇതൊരു വൈൻ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ. ഷോൾ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സീ, തയ്ച്ചിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള നൂൽകഥ എന്ന ബൊട്ടിക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വെച്ചാൽ നല്ല ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്, നല്ലൊരു ഷേപ്പിൽ സ്ട്രെയിറ്റ് കട്ടിൽ വന്നിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണ്. ഈ ഫുൾ സ്ലീവ് വേണമെന്നൊക്കെ അവരുടെ തന്നെ ഐഡിയ ആയിരുന്നു. എനിക്കിതിനൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം അവരെന്നെയാണ് പറഞ്ഞത് ഇതിന് ഫുൾ സ്ലീവ് ആയിരിക്കും നല്ലതെന്ന്. ബാക്കിലൊരു വർക്ക് ഉണ്ടായിരുന്നു, അതും അവിടെ നെക്കിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അവരെ തയ്ച്ചിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട ഒരു സൽവാർ. കുറേ നാളുകൂടി തയ്പ്പിച്ചിട്ട് ഒരു സൽവാർ. അങ്ങനെ ഇതെല്ലാം ഇട്ട് കമ്മൽ വേണം. കമ്മൽ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഏതാണ്. അപ്പോൾ ഇതെല്ലാമായിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോവാണ്. നിങ്ങളെല്ലാവരെയും ഒന്ന് എൻ്റെ ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. എനിക്ക് ഒന്നുകൂടെ മുടി ചെയ്യും. നമുക്ക് ഈ മുടിക്ക് കട്ടിയില്ലാത്തവർക്കുള്ളൊരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ ചീവി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് ഒട്ടും വോളിയം തോന്നത്തില്ല. ഓക്കെ,
അങ്ങനെ ഇതെല്ലാമായിട്ട് ഞാൻ റെഡിയാണ്.